ഇതാണ് വരവൂർ മക്കാമ്. ഇവിടെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഉച്ച നേരത്ത് എല്ലാവർക്കും സൗജന്യ ഭക്ഷണമാണ്. നല്ല ഉണക്കൽമീനും അതേപോലെ നല്ല സാമ്പാറും അച്ചാറും ഉപ്പേരിയൊക്കെയുള്ള ഭക്ഷണം. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. വരവൂർ മക്കാമ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ മക്കാമുള്ളത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി മസ്താൻ എന്ന് പേരുള്ള ഒരു വലിയ സൂഫി ഗുരുവാണ്. ഇദ്ദേഹം ആ നാട്ടുകാരൻ തന്നെയാണ്. ഇദ്ദേഹം അജ്മീർ ഷേഖുമായിട്ടൊക്കെ ബന്ധമുള്ള സൂഫി ആധ്യാത്മിക മേഖലയിലുള്ള വലിയൊരു മഹാനാണ്. അത് 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. അന്ന് എൻ്റെ ഉപ്പാനായിട്ട് 2-3 തവണ വന്ന് അന്ന് ഇവിടെ ഒരു ഹാജിയാർ ഉസ്താദായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും ഞാനൊരു മാധ്യമ പ്രവർത്തകനായ സമയത്ത് എനിക്ക് അദ്ദേഹം ഒരു മന്ത്രിച്ചൂതിയ ഒരു പേനയൊക്കെ സമ്മാനിച്ചിരുന്നു. അൽഹംദുലില്ലാ. ഞാനിവിടെ വന്നിട്ടില്ല. ഈ ഓരോ ദിവസവും എന്താ പറയുക, ആയിരക്കണക്കിന് ആളുകൾക്കാണ് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനീ പോയ സമയത്ത് തന്നെ 1000-ലധികം ആളുകളുണ്ട്. അതിൽ വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കണ്ടു. പിന്നെ എനിക്ക് ചറവല്ലൂരിൽ എനിക്ക് ഭക്ഷണം തന്നിരുന്ന അബുക്കാന്ന് പേരുള്ള രാത്രി ഫുഡ് തന്നിരുന്ന അബുക്കാനെ ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് മനസ്സിലായില്ല കേട്ടോ മൂപ്പർക്ക് ഇന്ന മനസ്സിലായ കാര്യം ഞാനൊരു മുത്തഹല്ലിമാവണ സമയത്ത് എനിക്ക് ഭക്ഷണം നൽകിയിരുന്ന വീട്ടുകാരാണ്. അതോടൊപ്പം ഓരോ കുടുംബക്കാരും എല്ലാവരെയും കണ്ടു. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഇതിൽ ജാതി മതമൊന്നുമില്ല. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു തൃശ്ശൂർ ജില്ലയിലുള്ള ഈ ഒരു മുള്ളൂർക്കരക്കടുത്തുള്ള ഈ വരവൂർ എന്നുള്ള ഈ മക്കാമിലേക്ക് പോയ ആളുകളുണ്ടോ? ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഡൈനിങ് ഹാളുണ്ട്. നമ്മളവിടെ സ്ത്രീകളാണ് ഇതിൻ്റെ ഭക്ഷണം നിയന്ത്രണം ഉണ്ടാക്കുന്നതിലുണ്ട്, വിളമ്പി കൊടുക്കുന്നതിലുണ്ട്. എല്ലാവർക്കും അവരൊക്കെ പ്രത്യേക സ്ത്രീകൾക്ക് വരെ ലൈനാണ്, പുരുഷന്മാർക്ക് വരെ ലൈനാണ്. ഇങ്ങനെ വരിക്ക് നിൽക്കണം കേട്ടോ. ഞാൻ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ വരി ഒരുപാട് നീണ്ടിക്കണേ. അങ്ങനെ നമ്മുടെ ഊഴെത്തിയ സമയത്ത് എൻ്റേത് കഴിയുമ്പോഴേക്കും അവിടെ ചോറ് ആ കൊണ്ടുവന്ന ചോറ് കഴിഞ്ഞു. പിന്നീട് രണ്ടാമത് കൊണ്ടുവരുന്നു. പിന്നെ നമ്മളവിടെ പാത്രം ഫുള്ളായിട്ട് കഴുകി വെക്കണം, അടിപൊളിയായിട്ട് കഴുകി വെക്കണം. ഞാൻ കഴുകി വെച്ചുമ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു കഴുകിയ ശരിയായിട്ടില്ല, ഒരു ചെറിയ വറ്റിൻ്റെ ഒരു കഷ്ണം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് വീണ്ടും മാറ്റി കഴുകിപ്പിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും കഴുകി കൊണ്ടുവന്നപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ആ ചാനലിലുള്ള ആളല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു താത്തയാണ് ഈ ഭക്ഷണം ഓരോരുത്തർ കഴുകിയ പാത്രവും ഗ്ലാസ്സൊക്കെ അടുക്കി വെക്കുന്നത്. എന്തായാലും ഇവിടെ ഉണക്കൽ മീനാണ് പ്രധാനം. ഉണക്കൽ മീൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അത് അവിടെ നിന്ന് കിട്ടിയ ഉണക്കൽ മീനായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ അജ്മീർ അവിടെ ഒരു വലിയൊരു ചെമ്പ് പാത്രമുണ്ട്, ഒരു പായസപാത്രം അജ്മീറിൽ നിന്ന് കൊണ്ടുവന്ന അത്രയും ഒരു ഭീമാകാരമായൊരു പാത്രം. ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇത്രയും വിശുദ്ധമായ സ്ഥലങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷനുള്ള സ്ഥലങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ അത്ഭുതപ്പെടുന്നു. അത്രയും ആൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെന്ന് മാത്രമല്ല, അതൊക്കെ അവിടെ സൗജന്യമായിട്ട് കിട്ടുന്ന ആളുകൾ ഓഫർ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ആണ്ട് നേർച്ചക്കാണ് അത്ര വലിയ അജ്മീറിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പെടുത്തിട്ട് പായസം ഉണ്ടാക്കുള്ളൂ.